തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ച് തൻ്റെ പിതാവ് അവയ്ക്ക് ഇട്ടിരുന്ന പേർ തന്നെ ഇട്ടു. ഇസഹാക്കിൻ്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ചു നീരുറവുള്ള ഒരു കിണർ കണ്ടു. അപ്പോൾ ഗരാർ ദേശത്തിലെ ഇടയന്മാർ ആ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞു. ഇസഹാക്കിൻ്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു. അവർ തന്നോട് ശണ്ടയിട്ടത് കൊണ്ട് അവർ ആ കിണറിന് യേശക് എന്ന് പേർ വിളിച്ചു. അവർ മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ചും അവർ ശണ്ടയിട്ടത് കൊണ്ട് അവർ അതിന് സിദ്ന എന്ന് പേർ വിളിച്ചു. അവർ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവർ അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. അവിടെ നിന്ന് അവർ ബേർശേബയ്ക്ക് പോയി. അന്ന് രാത്രി യഹോവ അവർക്ക് പ്രത്യക്ഷനായി. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും എന്നരുളി ചെയ്തു. അവിടെ അവർ ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അവിടെ തൻ്റെ കൂടാരമടിച്ചു. അവിടെയും ഇസഹാക്കിൻ്റെ ദാസന്മാർ ഒരു കിണർ കുഴിച്ചു. അനന്തരം അബീമേലേക്കും സ്നേഹിതനായ അഹൂസത്തും സേനാധിപതിയായ ഫീക്കോലും ഗരാരിൽ നിന്ന് അവൻ്റെ അടുക്കൽ വന്നു. ഇസഹാക്ക് അവരോട്, നിങ്ങൾ എന്തിന് എൻ്റെ അടുക്കൽ വരുന്നു? നിങ്ങൾ എന്നെ ദ്വേഷിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അതിന് അവർ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് നമുക്ക് തമ്മിൽ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ ഒരു സത്യബന്ധമുണ്ടായിരിക്കണം. ഞങ്ങൾ നിന്നെ തൊട്ടിട്ടില്ലാത്തതുപോലെയും നന്മ മാത്രം നിനക്ക് ചെയ്ത് നിന്നെ സമാധാനത്തോടെ അയച്ചതുപോലെയും നീ ഞങ്ങളോട് ഒരു ദോഷവും ചെയ്യുകയില്ല എന്ന് ഞങ്ങളും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക. നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ലോ എന്ന് പറഞ്ഞു. അവർ അതിന് ഒരു വിരുന്നൊരുക്കി. അവർ ഭക്ഷിച്ചു പാനം ചെയ്തു. അവർ അതികാലത്തെ എഴുന്നേറ്റ് തമ്മിൽ സത്യം ചെയ്ത ശേഷം ഇസ്ഹാക്ക് അവരെ യാത്രയയച്ചു. അവർ സമാധാനത്തോടെ പിരിഞ്ഞുപോയി. ആ ദിവസം തന്നെ ഇസ്ഹാക്കിന്റെ ദാസന്മാർ വന്ന് തങ്ങൾ കുഴിച്ച കിണറിന്റെ വസ്തുത അവനെ അറിയിച്ചു. ഞങ്ങൾ വെള്ളം കണ്ടു എന്ന് പറഞ്ഞു. അവൻ അതിന് ശിബ എന്ന് പേരിട്ടു. അതുകൊണ്ട് ആ പട്ടണത്തിന് ഇന്നുവരെ ബർശേബ എന്ന് പേർ. യേശാവിന് 40 വയസ്സായപ്പോൾ അവൻ ഹിത്യനായ പേരിയുടെ മകൾ യഹൂദിത്തിനെയും ഹിത്യനായ ഏലോന്റെ മകൾ ബസാമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു. ഇവർ ഇസഹാക്കിനും റബേക്കയ്ക്കും മനോവ്യസന കാരണമായി തീർന്നു.